Honorable Principal, esteemed faculty, and all my dear friends, warm Christian greetings to you all. പ്രാർത്ഥനയുടെ അധ്യക്ഷനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ, അഭിവന്ദനായിരിക്കുന്ന അധ്യാപകർ, മുഴുവൻ മക്കളെ അവർക്കും വേഗപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. What is transparency? സുതാര്യത എന്നാൽ എന്താണ്? It's a term which has puzzled me since the beginning of this academic year. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ എൻ്റെ ആശയങ്ങളെ കുഴപ്പിച്ച ഒരു വാക്കാണത്. So I went in search of the meaning through various sources. ഇതിന്റെ അർത്ഥം തേടി ഞാൻ പല ഉറവിടങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായി. Secular sources to Christian sources. ചില സെക്യുലർ സോഴ്സുകളിലും ചില ക്രിസ്തീയ ഉറവിടങ്ങളിലേക്കും എൻ്റെ ശ്രദ്ധ അതിലേക്ക് കടന്നു പോകാനിടയായി. According to the world standards, ഈ പദത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് the word transparency means speaking what you think and doing what you speak. സുതാര്യത എന്നുള്ള വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറഞ്ഞാൽ നീ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുകയും നീ പ്രവർത്തിക്കുന്നത് തന്നെ നീ പറയുന്നത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സുതാര്യത എന്ന് പറയുന്നത്. Some kind of coherence of between what you do and what you speak. നാം പറയുന്നതും നാം പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ഒരുമയാണ്, ഐക്യത്തെയാണ് സുതാര്യത കാണിക്കുന്നത്. But I thought deeply and a funny thing came into my mind. ഞാൻ ആഴമായി ചിന്തിച്ചപ്പോൾ വളരെ രസകരമായിരിക്കുന്ന ഒരു കാര്യം എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നു. I felt even Osama bin Laden could be the most transparent person in the world because he could do what he thinks. He thought he had to bring down America, he could bring them to their knees. അപ്രകാരമുള്ള ഒരു മാനദണ്ഡത്തിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ഈവൻ ഒസാമ ബിൻ ലാദൻ പോലും വളരെ സുതാര്യനായ വ്യക്തിയാണ്. കാരണം താൻ ചിന്തിക്കുന്നത് തന്നെയാണ് താൻ പ്രവർത്തിക്കുന്നത്. But this is not actually transparency when we come to the word of God. എന്നാൽ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോകം പറയുന്ന സുതാര്യതയല്ല വചനത്തിൽ നാം കാണുന്നത്. But biblically speaking, transparency is something deeper. വചനത്തിൽ നാം നോക്കുമ്പോൾ സുതാര്യത എന്നുള്ളത് വളരെ ആഴമേറിയ ഒരു വസ്തുതയാണ്. Because God is an omniscient God and he sees the innermost being of a man. സാർവത്രികനായിരിക്കുന്ന ഒരു ദൈവമാണ്, ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ കർത്താവിന് മനുഷ്യന്റെ ഉള്ളിലുള്ള ചിന്തകളെ പോലും വ്യക്തമായി അറിയാവുന്ന ഒരു ദൈവമാണ്. Psalm 51:6 says, you seek the truth in the inward parts. 51-ാം സങ്കീർത്തനം 6-ാം വാക്യം പറയുന്നു, നിന്റെ അന്തരംഗത്തിലെ സത്യമല്ലോ ഞാൻ ഇച്ഛിക്കുന്നത്. So biblical transparency is rooted in the innermost being of an individual. വചനപരമായ സുതാര്യത ഒരു വ്യക്തിയുടെ അകത്തെ മനുഷ്യനിലാണ് ആഴമായി വേരുറപ്പിച്ചിരിക്കുന്നത്. And this truthfulness comes out in words, in thoughts and in actions. അവന്റെ ഉള്ളിലുള്ള വ്യക്തിത്വം പുറമേ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പ്രകടമായി വരികയാണ്. Man is by nature sinner and he cannot be transparent by his own power. ഒരു വ്യക്തിപരമായി സ്വയം പ്രകൃതിദത്ത മനുഷ്യൻ പാപിയാണ്. അവന്റെ സ്വയം കഴിവുകൊണ്ട് അവൻ ഒരിക്കലും സുതാര്യനാകുവാൻ പറ്റുകയില്ല. Biblical transparency starts with the initiative of God and is achieved by obedience. ഈ വചനപരമായിരിക്കുന്ന സുതാര്യത കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിലൂടെ തുടങ്ങുകയും അത് ദൈവവചനമാകുന്ന വചനത്തോടുള്ള അനുസരണത്തിലാണ് അത് തികഞ്ഞിരിക്കുന്നത്. But today transparency has been twisted and thought in a wrong manner. എന്നാൽ സുതാര്യത എന്ന് വളരെയധികമായി വളച്ചൊടിച്ചു വെച്ചിരിക്കുകയാണ്. Many have claimed that this podium is transparent. ഒരുപാട് വ്യക്തികൾ പറഞ്ഞു ഈ പോഡിയം ട്രാൻസ്പെറന്റ് ആണെന്ന്. So anything happening behind this podium, whether good or evil, is it transparent? ഇതിന്റെ പിന്നിൽ നടക്കുന്നത് നല്ലതായാലും ചീത്തയായാലും അത് സുതാര്യതയാണോ പ്രകടമാക്കുന്നത്? So actually transparency is an immoral term. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ വാക്ക് സുതാര്യതയ്ക്ക് ഈ ധാർമ്മികമായിരിക്കുന്ന പദവിന്യാസം കൊണ്ട് നമുക്കൊരു മാനദണ്ഡം കൽപ്പിക്കുവാൻ കഴിയുകയില്ല. So ethical and moral and true transparency comes from the word of God. ധാർമ്മികമായിട്ടോ അധാർമികമായിട്ടോ യഥാർത്ഥമായ സുതാര്യത കടന്നു വരുന്നത് തിരുവചനത്തിൽ നിന്ന് മാത്രമാണ്. And today's pseudo transparency tells us to parade our sinfulness and be proud about our sinfulness. ഇന്നത്തെ സുതാര്യത പറയുന്നത് നമ്മളുടെ പാപപരമായിരിക്കുന്ന പ്രവൃത്തിയെ പറ്റി മറക്കുക, നിന്നിലുള്ള പാപമംഗലമായിരിക്കുന്ന ആ ഒരു താല്പര്യത്തെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നാണ്. I am not a hypocrite. I don't act spiritual. ഞാനൊരു കപട ഭക്തിയുള്ള വ്യക്തിയല്ല. I don't act spiritual. ഞാൻ ആത്മീയനായിട്ട് അഭിനയിക്കുകയില്ല. I am showing what I am. I am showing my true colors. I am transparent. ഞാൻ ആരാണോ, ഞാൻ എന്താണോ, എന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഞാൻ പുറമെ പ്രകടമാക്കുമ്പോൾ ഞാൻ യഥാർത്ഥമായ സുതാര്യനാകുന്നു. Friends, that is a heresy, that is licentiousness, that is immorality, and that is not transparency. നാം പുറമെ അകമയുള്ളത് മറച്ചു വെച്ച് നമ്മുടെ പുറമെ പലതും കാണിക്കുന്നത് അധാർമികമാണ്, കപടഭക്തിയാണ്. അതിന്റെ പിന്നാലെ സ്നേഹിതരെ നിങ്ങൾ പോകരുത്. And if you are not able to bring truth in your inward parts, beg before God. നിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യനെ
പാപത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് യാചിക്കുക. And reject this pseudo transparency. ഈ ലോകത്തിന്റെ കപടഭക്തിയെ തള്ളിക്കളയുക. And this pseudo transparency was the main problem in the Johannine community by writing the first epistle of John. വ്യാജപരമായ ഭക്തി അല്ലെങ്കിൽ കപടഭക്തിയാണ് യോഹന്നാൻ എഴുതിയ സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നം. Pseudo transparency is not acting spiritual. കപടഭക്തി എന്നുള്ളത് യഥാർത്ഥമായിരിക്കുന്ന ആത്മീയതയല്ല. It is claiming that we have no sin. ഇത് പറയുന്നത് നമുക്ക് പാപമില്ല എന്ന് നാം പറയുകയാണ്. It's claiming that whatever we do in the flesh does not affect our spirit. കപട സുതാര്യത പറയുന്നത് നമ്മുടെ ജഡത്തിൽ എന്തു ചെയ്യുന്നുവോ അത് നമ്മുടെ ആത്മാവിനെ ബാധിക്കുകയില്ല എന്നാണ്. And John is making a clear-cut statement. God is light and in him there is no darkness. എന്നാൽ യോഹന്നാൻ ഇവിടെ വ്യക്തമാക്കുന്നു ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഒരു ഇരുട്ടുമില്ല. This leads me to my sermon title. ഇത് എന്റെ പ്രസംഗത്തെ ഇപ്രകാരം ശീർഷീകരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. Biblical transparency, the mark of a true Christian. വചനപരമായ സുതാര്യത യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ അടയാളം. Biblical transparency, the mark of a true Christian. വചനപരമായ സുതാര്യത യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ അടയാളം. So let's carefully look into the given portion from the scripture. ഇന്ന് പകൽക്കാലം നമുക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 1 John verse 2, 1-6. My dear children, I write this to you so that you will not sin. But if anybody does sin, we have one who speaks to the Father in our defense, Jesus Christ, the righteous one. He is the atoning sacrifice for our sins, and not only for ours, but also for the sins of the whole world. We know that we have come to know him if we obey his commands. The man who says, I know him, but does not do what he commands is a liar, and the truth is not in him. But if anyone obeys his word, God's love is truly made complete in him. This is how we know we are in him. Whoever claims to live in him must walk as Jesus did. Here we see the heart of John the apostle of love. സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലന്റെ ഹൃദയമാണ് നാം ഇവിടെ കാണുന്നത്. He begins with the address of love and warmth. ഇവിടെ താൻ തുടങ്ങുന്നത് ജനത്തെ വളരെ സ്നേഹത്തോടുകൂടി അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. I write to this that you may not sin, little children. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത് പറഞ്ഞ് താൻ ഈ അധ്യായം തുടങ്ങുന്നു. Here's address of love, a warmth, a belonging, a particular kindred spirit of John is visible here. യോഹന്നാന്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ പ്രകടമായിരിക്കുന്ന പ്രസ്തുതകളാണ് വാക്കുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. What is written here is to the little children, the loving children of God. ദൈവത്തിന്റെ സ്നേഹത്താൽ വലയപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പുത്രന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഭാഗമാണിത്. But it is not child's play. It is serious matters having life-defining consequences. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയെങ്കിലും ഇത് കുട്ടിക്കളിയല്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വസ്തുതാപരമായിരിക്കുന്ന കാര്യങ്ങളാണ്. Here John is saying emphatically and absolutely, you may not sin. My purpose is that you may not sin. വളരെ ധാർമ്മികമായ വളരെ മൂർച്ചയോടുകൂടെ താൻ തന്റെ ആശയം വ്യക്തമാക്കുകയാണ്, നിങ്ങൾ പാപം ചെയ്യരുത്. It is not try if you cannot sin. Maybe if you try little, you can avoid some sins. It is emphatically saying you may not sin. ഇവിടെ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കണമെന്നല്ല പറയുന്നത്. പൂർണ്ണമായും താൻ വാദിക്കുന്ന ഒരേ വാദം, നിങ്ങൾ പാപം ചെയ്യരുത്. It is the desire of a true servant of God that his flock may be blameless before God. യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന ഒരു കർത്താവിന്റെ ദാസന്റെ ഹൃദയത്തിലെ ഏക ആഗ്രഹം തന്റെ സമൂഹം പാപത്തിന് അടിമകളായി തീരരുതെന്നാണ്. Here is the transparency of John is visible. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന്റെ ഹൃദയത്തിലെ സുതാര്യത വ്യക്തമാണ്. He has no hidden motives, no hidden agendas. തന്റെ പിന്നിൽ ഹൃദയത്തിൽ നിഗൂഢമായിരിക്കുന്ന ലക്ഷ്യങ്ങളോ പ്രവർത്തനങ്ങളോ ഇല്ല. He is transparent and he wants his people, his little children, to be pure before God. താൻ സുതാര്യനാണ്. തന്റെ മുൻപിലുള്ള തന്റെ സമൂഹം ദൈവത്തിന്റെ മുൻപാകെ സുതാര്യമായിരിക്കണമെന്നാണ് തന്റെ ആഗ്രഹം. This leads me to my first sub point: Christ's atoning work and advocacy, the basis for biblical transparency. ഇതിന്റെ ഒന്നാമത്തെ ചിന്താ വിഷയത്തിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത പ്രവൃത്തിയും മധ്യസ്ഥ പ്രവൃത്തിയും വചനപരമായ സുതാര്യതയുടെ അടിസ്ഥാനം. Here we all believe in the forgiveness of sins. നാം എല്ലാവരും വിശ്വസിക്കുന്നു നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തെ. But John wants to emphasize here that's just the first step. There is something more to it. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നുള്ളത് ജീവിതത്തിന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ ചുവടാണ്. അതിന് പിന്നിൽ ബാക്കി ചില ഭാഗങ്ങളൂടെ ഉണ്ട്. In the first chapter verse 9 he says that if you confess your sin, he is faithful to forgive you and cleanse you from all
ഒന്നാം അധ്യായം 9-ാം വാക്യത്തിൽ താൻ ഇപ്രകാരം പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. So the next step is cleansing. We just don't need forgiveness itself. We need the cleansing from sin. നമ്മുടെ പാപത്തിന്റെ ക്ഷമയിൽ നാം ഒതുങ്ങരുത്, പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു ശുദ്ധീകരണം നാം പ്രാപിക്കണം. അത് രണ്ടാമത്തെ ചവിട്ടുപടിയാണ്. Here in the John and Gospels epistles we see that a proto-gnosticism had arisen in the church. യോഹന്നാന്റെ ഈ ലേഖനങ്ങളിൽ കാണുന്നത് ജ്ഞാനവാദത്തിന്റെ തുടക്കം സഭയെ സ്വാധീനിക്കുന്നതിന്റെ പശ്ചാത്തലമാണ് നാം കാണുന്നത്. They are denying the reality of Christ. ഇവർ ക്രിസ്തുവിന്റെ യാഥാർത്ഥ്യത്തെ തകർക്കുകയാണ്, ത്യജിക്കുകയാണ്. They are denying the reality and the seriousness of sin. ക്രിസ്തുവിലൂടെ പാപത്തിന്റെയും അതിന്റെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളുടെയും പ്രവർത്തികളെയും അതിന്റെ ഫലത്തെയും അവർ വളരെ വ്യക്തമായി ത്യജിക്കുകയാണ്. So John begins what we have from the beginning, what we have seen, what we beheld, and what our hands have touched. We proclaim concerning that, the first verse of the book. അതുകൊണ്ടാണ് ഒന്നാമത്തെ വാക്യത്തിൽ, ഒന്നാം വാക്യത്തിൽ താൻ പറയുന്നത്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ദൈവത്തിന്റെ വചനം. Christ was an intimate experience for John. യോഹന്നാന് ക്രിസ്തു എന്നുള്ളത് അറിവല്ലായിരുന്നു, ഒരു വ്യക്തമായ അനുഭവമായിരുന്നു. Intimate experience of the word of life. ജീവന്റെ വചനത്തിന്റെ വ്യക്തമായിരിക്കുന്ന അനുഭവം. If Christ is a real experience to you, ക്രിസ്തു നിങ്ങൾക്ക് ഒരു അനുഭവമാണെങ്കിൽ, sin will be utterly despicable and utterly sinful to you. പാപം നിങ്ങളുടെ മുൻപാകെ പരാജയപ്പെടുകയും നിങ്ങൾ അതിനെ അതിജീവിക്കുകയും ചെയ്യും. You will hate it like anything. മറ്റു എന്തിനെ വെറുക്കുന്നതിനേക്കാളും അധികമായി പാപത്തെ നിങ്ങൾ വെറുക്കും. So to such people John is writing, my little children, I write to this that you may not sin. അങ്ങനെയുള്ള സമൂഹത്തെ നോക്കിയാണ് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ എഴുതുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. Here John is not giving a license to sin. ഇവിടെ യോഹന്നാൻ പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് നൽകുകയല്ല. Here to the sin haters of the Johannine community John is saying, my little children, do not sin, and if you sin you have an advocate. അവരെ താൻ തന്റെ ജനത്തെ നോക്കി പറയുകയാണ്, പ്രിയരെ നിങ്ങൾ ഒരു വിധത്തിലും പാപത്തിന് അടിമകളായി തീരരുത്. And if you sin, by chance you sin, it should not happen, but if it happens you have an advocate. ഇവിടെ താൻ പറയുന്നത്, അഥവാ നിങ്ങൾ അബദ്ധവശാൽ പാപം ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ ഒരു കാര്യസ്ഥൻ നമുക്ക് വേണ്ടിയുണ്ട്. Do you know what the advocate has done to cleanse us from sin? നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ കാര്യസ്ഥൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? He gave his only life for us. അവൻ തന്റെ സ്വന്തം ജീവൻ, ഏകജീവൻ നമുക്ക് വേണ്ടി നൽകി തന്നു. That is the second verse. He himself is the propitiation for our sins, and not only for our sins but of the whole world. അതാണ് 2-ാം വാക്യം പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിനും മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. So what is propitiation? എന്താണ് പ്രായശ്ചിത്തം? We are not concerned with such biblical terms which have life defining consequences. ഈ പ്രകാരം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പദങ്ങളെ പറ്റിയോ അതിന്റെ ആശയങ്ങളെ പറ്റിയോ പലപ്പോഴും നാം അജ്ഞരായി മാറുകയാണ്. Why? എന്തുകൊണ്ട്? We are not coming to the word. കാരണം നാം വചനത്തിലേക്ക് പൂർണ്ണമായും വരുന്നില്ല. The propitiation means placating or appeasing an angry person, an offended person. ഈ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മളോട് വൈരാഗ്യം പുലർത്തുന്ന, നമ്മളോട് ശത്രുത പുലർത്തുന്ന ഒരു വ്യക്തിയോട് നാം ഹൃദയംഗമായി ക്ഷമിക്കുന്നതിനെയാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. We think it in very little thin terms, like Jesus died for me, he loves me, he saved me from the devil. നാം അത് പലപ്പോഴും വളരെ ലഘൂകരിച്ച്, ദൈവം യേശു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്നെ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു എന്നൊക്കെ നാം പറയാറുണ്ട്. God is a holy God, 100% holy. കർത്താവ് പരിശുദ്ധിയുള്ള നീതിമാനായിരിക്കുന്ന ദൈവമാണ്. Therefore he hates sin. അതുകൊണ്ട് താൻ പാപത്തെ വെറുക്കുന്നു. God is completely a just God. നീതിമാനായിരിക്കുന്ന യഥാർത്ഥമായ ഒരു ദൈവമാണ് നമ്മുടെ. Therefore he must punish sin. അതുകൊണ്ട് താൻ പാപിയെ ശിക്ഷിക്കണം. And the John's epistle says God is love, therefore he must redeem sinners. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, ദൈവം സ്നേഹമാകുന്നു, താൻ പാപിയെ വീണ്ടെടുക്കുന്നു. This conflict in the Godhead, this conflict in God himself, ഇത് ഈ ആശയങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട് കർത്താവ് ഈ ദൈവികമായിരിക്കുന്ന ഉറവിടങ്ങളിൽ തന്നെ കാണുന്നു. This was solved on Calvary. എന്നാൽ ഇത് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാൽവറിയിലാണ് നടന്നത്. So in propitiation the wrath of God was poured upon son Jesus. പ്രായശ്ചിത്ത പ്രക്രിയയിൽ പിതാവായ ദൈവത്തിന്റെ ദേഷ്യവും കോപവും
തന്റെ ഏകജാതനായ പുത്രന്റെ മേൽ ചൊരിഞ്ഞ അതിന്റെ പൂർണ്ണത താൻ കണ്ടെത്തുകയാണ്. Without understanding the meaning, we sing ദൈവകോപത്തിൽ വെന്തെരിഞ്ഞ രക്ഷകൻ ജീവിക്കുന്നു. ഈ വചനത്തിന്റെ ആഴം മനസ്സിലാകാതെ പലപ്പോഴും നാം ഈ വാക്കുകൾ പറയുന്നു, ദൈവകോപത്തിന്റെ തീയിൽ വെന്തെരിഞ്ഞ രക്ഷകൻ ജീവിക്കുന്നു. The hell that belonged to me, എനിക്ക് അവകാശപ്പെട്ടിരുന്ന നരകം, that hell was lying, that hell was poured upon Jesus. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തലമേൽ പകരപ്പെട്ടു. He drank my hell. ഞാൻ എന്ന വ്യക്തി ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് പകരമായി താൻ മരിച്ചു. He suffered the entire consequence of the justice of God. ഞാൻ എന്ന വ്യക്തിയുടെ പാപങ്ങൾക്ക് പകരമായി ദൈവത്തിന്റെ ന്യായവിധിയുടെ അനന്തരഫലങ്ങൾ താൻ അനുഭവിച്ചു. And now he is an advocate for us. ഇന്ന് അവൻ നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥനാണ്. He is continuing his atoning work. ഇന്നും താൻ ആ പ്രായശ്ചിത്ത പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. What does this advocate do? എന്താണ് ഈ കാര്യസ്ഥൻ ചെയ്യുന്നത്? In my darkest hour, എന്റെ ഇരുണ്ട സമയങ്ങളിൽ he is beside me. എന്റെ അടുത്ത് താനുണ്ട്. As he was exactly on the cross, ആ ക്രൂശിൽ താൻ എപ്രകാരമായിരുന്നു അതേപോലെ thorn crowned, മുൾക്കിരീടം ധരിച്ചുകൊണ്ട്, bleeding in agony, വേദനയാൽ മുറിവുകളാൽ ഭാരപ്പെട്ടുകൊണ്ട്, bowing his head, തന്റെ ശിരസ് കുനിച്ചുകൊണ്ട്, giving up his spirit, തന്റെ പ്രാണനെ വിട്ടുകൊടുത്തുകൊണ്ട്, pouring out his spirit as a libation, as an offering for me. എനിക്ക് പകരമായി ഒരു ദാനമായി തന്റെ പ്രാണനെ നൽകി കൊടുക്കുകയാണ്. And when I fall in sin, എന്നാൽ ഞാൻ പാപത്തിൽ വീഴുമ്പോൾ it is grieving the Father, അത് പിതാവിനെ വേദനപ്പെടുത്തുന്നു. it is vexing the Holy Spirit, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. the Son Jesus once again അവിടെ പുത്രനായ ക്രിസ്തു ഒരിക്കൽ കൂടെ is pierced, തകർക്കപ്പെടുന്നു. and the freshly flowing blood and water, അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തവും വെള്ളവും, he uses that to once again cleanse me. അവിടെ ഒഴുകുന്ന ആ രക്തവും വെള്ളവും ഉപയോഗിച്ച് എന്നെ ശുദ്ധീകരിക്കുന്നു. Can such a glorious ministry lead me to sin? അപ്രകാരമുള്ള മഹത്വകരമായിരിക്കുന്ന ഒരു ശുശ്രൂഷ എന്നെ പിന്നെ ഈ പാപത്തിലേക്ക് നയിക്കുമോ? Can I touch those hands which I have been nailing to the cross once again? ഞാൻ ഒരിക്കൽ കൂടി ആണികൾ കൊണ്ട് തറച്ച ആ കരങ്ങളെ എനിക്ക് തൊടുവാൻ കഴിയുമോ? Can I feel the hands touching me and blessing me? എന്നെ പിന്നെയും തൊടുന്ന ആ കരങ്ങളെ എനിക്കൊന്ന് സ്പർശിക്കുവാൻ സാധിക്കുമോ? Without my whole frame thrilling and my heart broken, എന്റെ മുഴുവൻ കടനയും വിറങ്ങലിച്ചുകൊണ്ട്, എന്റെ ഹൃദയം തകർന്നുകൊണ്ടല്ലാതെ, as the voice runs through my soul, do not sin, though I dead to sin. എന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ മുഴുവൻ കടനയും വിറങ്ങലിക്കുകയാണ്. ആ വാക്കുകൾ പ്രകാരമാണ്, പ്രിയ മകനെ, നീ പാപം ചെയ്യരുത്. This leads me to my second point. ഇതെന്റെ രണ്ടാമത്തെ ചിന്താ വിഷയത്തിലേക്ക് നയിക്കുന്നു. Obeying God, the evidence of biblical transparency. ദൈവത്തെ അനുസരിക്കുന്നത് വചനപരമായ സുതാര്യതയുടെ തെളിവ്. The verse 4 is arranged in a special manner. ഈ വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. Here John is showing us someone is emphatically saying, ഇവിടെ നാം കാണുന്നത് യോഹന്നാൻ വളരെ വസ്തുതാപരമായി രേഖപ്പെടുത്തുകയാണ്. I have come to know him. ഞാൻ അവനെ അറിയുവാൻ ഇടയായിത്തീർന്നു. Imagine a scenario. ഒരു സീൻ നിങ്ങൾ ഊഹിക്കുക. And we are all in the presence of God, enjoying and praising God, and we are in an emotional ecstasy. നമ്മളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിലാണ്, നാം എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ ഉള്ളിൽ നിന്ന് നാം ഒരു വളരെ ഉന്നതമായ ഒരു അവസ്ഥയിൽ നാം എത്തിയിരിക്കുകയാണ്. And one person is emotionally, maybe it is me, emotionally standing up and saying, I have come to know him, I have come to know him. ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞ് പാടുകയാണ്. John would stand up and say, the apostle of love John would stand up and say, ആ സമൂഹത്തിൽ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി ഇരിക്കുന്ന യോഹന്നാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നു, you do not know him unless you obey his commandments, no matter how many goosebumps are going through your back. നീ ദൈവത്തെ അറിയുന്നത് നിന്റെ ഹൃദയത്തിലൂടെ ഇപ്പോൾ എത്രകാലം രോമാഞ്ചം പോകുന്നുവോ അതിനേക്കാളും ഉപരിയായി ദൈവത്തെ വ്യക്തമായി അറിയുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ നിനക്ക് ദൈവത്തെ അറിയുവാൻ പറ്റുകയില്ല. Dear friends, listen carefully to me. പ്രിയ സ്നേഹിതരെ, എന്നെ ശ്രദ്ധിക്കുക. He tells the stars which are capable of swallowing 1,000 suns to be at their place unless I tell you to move, and they stay there. അതിനായിരക്കണക്കിന് സൂര്യനെ വിഴുങ്ങുവാൻ തക്ക ശക്തിയുള്ള താരങ്ങളോട് കർത്താവ് പറഞ്ഞു, നിന്റെ സ്ഥാനത്ത് നിന്ന് നീ അനങ്ങരുത്. He tells the planets to go around their orbits and be not moved unless I tell you another word. ഈ ലോകത്തിന്റെ പ്ലാനറ്റ്സിനോട് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന പാതയിൽ കൂടെ സഞ്ചരിക്കണമെന്ന് പറയുന്ന കർത്താവിന്റെ വാക്ക് അനുസരിക്കുന്നു. He tells the mountains to be raised up and they are raised
them. ഈ ലോകത്തിന്റെ മലകളോട് ഉയർന്നു വരുവാൻ പറയുമ്പോൾ അത് ഉയർന്നു വരുന്നു. He commands the boundaries of the seas and tells the sea not to trespass it, and it obeys him. കടലിന്റെ അതിർവരമ്പുകളോട് പറയുന്നു, അതിലൂടെ കടന്നു പോകുന്നവരുടെ പ്രാണന്മേൽ ഹരിക്കരുതെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നു. But when he tells a man, come to me, he rebels and disobeys God. എന്നാൽ മനുഷ്യനോട് നീ എന്റെ അരികിലേക്ക് മടങ്ങി വരിക എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തോട് മറുതലിക്കുകയാണ്. Like Thomas Watson said, തോമസ് വാട്സൺ പറഞ്ഞതുപോലെ, we are not disobeying the sheriff of a county or a mayor of a city. ഒരു പട്ടണത്തിന്റെ പ്രമാണിയെ അല്ല നാം അനുസരിക്കാതിരിക്കുന്നത്. And I add to it, we are not disobeying the president who is finishing 5-year term. 5 വർഷക്കാലം കാലാവധി പൂർത്തിയാക്കുന്ന ഒരു പ്രസിഡന്റിനോടല്ല നാം അനുസരണക്കേട് കാണിക്കുന്നത്. You are rebelling against God who created everything in this universe. ഈ സർവ്വജനാചരത്തെയും സൃഷ്ടിച്ച് അതിനെ യഥാസ്ഥാനത്താക്കിയ ദൈവത്തോടാണ് നാം മറുതലിക്കുന്നത്. The one who has the right to destroy and annihilate everything with a blast of his nostrils. തന്റെ മൂക്കിലെ ഒരു നിശ്വാസം കൊണ്ട് മുഴുവനും കരിച്ചു ചാമ്പലാക്കുവാൻ ശക്തിയുള്ള ദൈവത്തോടാണ് പ്രിയരെ നാം മറുതലിക്കുന്നത്. You mere mortal, whose commands are you disobeying? വളരെ ക്ഷണികനായിരിക്കുന്ന നീ ചിന്തിക്കുക, ആരുടെ കൽപ്പനകളാണ് നാം നിഷേധിക്കുന്നത്? This God can never tolerate sin. ഈ ദൈവത്തിന് പാപത്തെ ഒരിക്കലും സഹിക്കുവാൻ കഴിയുകയില്ല. Because he himself suffered the entire consequence and punishment of sin. കാരണം ക്രിസ്തു ഇതിന്റെ എല്ലാം ഫലം താൻ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. And those who claim to be his children are finding loopholes in the word of God to continue in sin. കർത്താവിന്റെ മക്കൾ എന്ന് പറയുന്നവർ ഇന്നും വചനത്തിൽ പഴുതുകൾ കണ്ടെത്തുകയാണ്, പാപം ചെയ്യുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും. Oh, what a contradiction. എന്ത് വളരെ വിരോധാഭാസമാണ് ഇവിടെ കാണുന്നത്. Paul Washer, a man of God, says, കർത്താവിന്റെ ദാസനായിരിക്കുന്ന പോൾ വാഷർ ഇപ്രകാരം പറഞ്ഞു, you say you have a new relationship with God. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തോട് പുതിയൊരു ബന്ധമുണ്ടെന്ന്. Do you have a new relationship with sin? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പാപത്തിനോട് ഉണ്ടായിരുന്ന പഴയ ബന്ധമല്ല, പുതിയൊരു ബന്ധമാണ് ഉണ്ടാകേണ്ടത്. Do you have a new relationship with the word of God? നിങ്ങൾക്ക് വചനത്തോട് ഒരു പുതിയ ബന്ധമുണ്ടോ? Dear friends, പ്രിയ സ്നേഹിതരെ, here I am not talking about sinless perfection or anything such. പാപമില്ലാത്ത പൂർണ്ണതയെ പറ്റിയല്ല ഞാനിവിടെ പ്രസംഗിക്കുന്നത്. A new bride may be not the best cook in the world. ഒരു പുതിയ മണവാട്ടി ലോകത്തിലെ 1ാം നമ്പർ ഭക്ഷണം വെക്കുന്ന വ്യക്തിയാകത്തില്ല. She may attempt and she will give a one side burnt and one side raw food. അവൾ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ഭാഗം കരിഞ്ഞതും ഒരു ഭാഗം പച്ചയായിരിക്കുന്നതുമായിരിക്കുന്ന ആഹാരമായിരിക്കും തന്റെ ഭർത്താവിന് കൊടുക്കുന്നത്. But it is true that her desire is to please her husband. പക്ഷെ അവളുടെ ഹൃദയത്തിലെ ആഗ്രഹം അവളുടെ ഭർത്താവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. What is the deepest desire of her heart? Let's examine today. അങ്ങനെയെങ്കിൽ പ്രിയരെ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ഹൃദയത്തിലുള്ള യഥാർത്ഥ ആഗ്രഹം എന്താണ്? Are we thrilled in pleasing God? Are we so much into it that we want to please God at any cost? നാം ഇപ്രകാരം ഒരു ദൈവത്തെ വല്ല വിധേനയും ഏത് വിധേനയും പ്രസാദിപ്പിക്കണമെന്നൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? We cannot please him in our own ways. നമ്മൾ എടുക്കുന്ന നമ്മളുടെ പ്രീതികളിലൂടെ ദൈവത്തെ പൂർണ്ണമായും ഒരുപക്ഷെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ This leads to my third point. ഇതെന്നെ 3ാമത്തെ ഭാഗത്തിലേക്ക് നയിക്കുന്നു. Walking as he walked, the standard of biblical transparency. കർത്താവ് നടന്നതുപോലെ നടക്കുക വചനപരമായിരിക്കുന്ന സുതാര്യതയുടെ മാനദണ്ഡം. John Stott says, ജോൺ സ്റ്റോട്ട് പ്രകാരം പറയുന്നു, Christianity is the only religion which emphasizes that God is light, but it first insists on taking sin seriously, and second it gives a satisfactory moral solution to the problem. ജോൺ സ്റ്റോട്ട് ഇപ്രകാരമാണ് പറയുന്നത്, ഈ ലോകത്തിൽ ദൈവം വെളിച്ചമെന്ന് പറയുന്ന ഏകമതം ക്രിസ്ത്യാനിത്വമാണ്. ഈ മതം തന്നെയാണ് പാപത്തെ വളരെ കാര്യഗൗരവമായി എടുക്കണമെന്ന് പറയുന്നതും അതിനുള്ള പരിഹാരം നമുക്ക് നൽകി തരുന്നതും. What is the standard for obedience? അനുസരണത്തിനുള്ള മാനദണ്ഡം എന്താണ്? What is holiness before God? ദൈവത്തിന്റെ മുൻപായുള്ള വിശുദ്ധി എന്താണ്? Here John says, ഇവിടെ യോഹന്നാൻ പറയുന്നു, whoever keeps the word of God, in him the love of God has been perfected. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർ അവനോടുള്ള സ്നേഹത്തിൽ പൂർണ്ണരായി തീരുന്നു. It's not singing I love you Lord, I love you Lord. ഇത് ദൈവസന്നിധിയിൽ പറയുകയല്ല, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. It is obeying God. ഇത് ദൈവത്തെ അനുസരിക്കുന്നതാണ്. Holiness includes the motive of obedience. വിശുദ്ധിയുടെ പൂർണ്ണമായിരിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് അനുസരണത്തിലാണ്. Sometimes people obey because they are afraid of discipline. They want to please men. ചില സമയത്ത് മനുഷ്യർ അനുസരിക്കുന്നത് അവരുടെ മുകളിലുള്ള അധികാരികളെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. But here we see a God who sees the innermost being of our hearts. എന്നാൽ ഇവിടെ നാം കാണുന്നത് നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ്. Going to chapel because it is our duty, singing in the choir to show off our voice, preaching to get acclaim, are all
false motives. നാം ചാപ്പലിൽ പോകുന്നതും നമ്മളുടെ സ്വരമാധുര്യം ലോകത്തെ ശ്രദ്ധിക്കുന്നതിനും നമുക്ക് പ്രസംഗിക്കാനുള്ള താലന്ത് മറ്റുള്ളവരെ കാണിക്കുന്നതിനും വേണ്ടിയാണ് നാം ഈ പോഡിയത്തിലേക്ക് വരുന്നതെങ്കിൽ ദൈവത്തോട് നാം അവിശ്വസ്തത പുലർത്തുകയാണ്. To be holy is to be what God wants us to be. ദൈവസന്നിധിയിൽ വിശുദ്ധരായി തീരുന്നത് ദൈവം നമ്മെ പറ്റി എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുമ്പോഴാണ്. To want only what He wants. ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുക. To do only what He would do. ദൈവം ചെയ്യുന്നത് മാത്രം ചെയ്യുക. Walking as He walked. ദൈവം നടന്നതുപോലെ നടക്കുക. What does that mean? എന്താണ് അത് അർത്ഥമാക്കുന്നത്? What does that mean in the personal life? എന്താണ് അതിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അതിന്റെ അർത്ഥം? In the 6th verse he says, the one who says he abides in Him ought to walk in the same manner as He walked. ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്: അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. Dear friends, I would like to conclude my words here. പ്രിയ സ്നേഹിതരെ, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുന്നു. Jesus did not call us to make someone extraordinary in this world. ഈ ലോകത്തിൽ മറ്റുള്ളവരെക്കാട്ടിലും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ മാറ്റുവാനല്ല ദൈവം നമ്മളെ. Jesus did not call us to give a 5-star ministry. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വളരെ വിശാലമായിരിക്കുന്ന വലിയൊരു ശുശ്രൂഷ നൽകുവാൻ വേണ്ടിയല്ല. Jesus called us to do a simple thing. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വളരെ ലഘുവായിരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ. To walk as He walked. അവൻ നടന്നതുപോലെ നടക്കണം. What is the heartbeat of our heart saying? നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മളോട് എന്താണ് പറയുന്നത്? Where it is leading us? അത് നമ്മെ എവിടേക്കാണ് നയിക്കുന്നത്? In Matthew 7 we see a group of people. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു സമൂഹത്തെ നമുക്ക് കാണാം. You cast out demons in my name. You prophesied in my name. You did every sort of miracles in my name, but I do not know you. നീ ഭൂതങ്ങളെ എന്റെ നാമത്തിൽ പുറത്താക്കി, നീ രോഗികളെ സൗഖ്യമാക്കി, പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നില്ല. Depart from me, workers of lawlessness. എന്നിൽ നിന്ന് അകന്നു പോവുക കപടഭക്തിക്കാരേ. To put it simply, അത് വളരെ ലഘുവായി പറഞ്ഞു. Jesus is saying, യേശു പറയുന്നു, you are claiming to be my disciples, നിങ്ങൾ എന്റെ ശിഷ്യരെന്ന് പറയുന്നു, but you are acting as if I have given you no law. ഞാൻ നിങ്ങൾക്കൊരു നിയമം തന്നിട്ടില്ലാത്ത രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. Today's entire Christendom is going after lawlessness. ഈ ലോകത്തിലെ മുഴുവൻ ക്രിസ്തീയ സമൂഹവും ഇന്ന് പകൽക്കാലം ഈ കാലഘട്ടത്തിൽ നിയമമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. They are upholding such heretical teachings. വളരെ വികലമായിരിക്കുന്ന ദുരുപദേശങ്ങൾ അവർ മുറുകെ പിടിച്ചിരിക്കുന്നു. Maybe we are not opposing, we are opposing it very vehemently. വളരെ പ്രകടമായി നാം അതിനെ ഒരുപക്ഷെ എതിർക്കുന്നുണ്ടാകാം. But actually speaking, യഥാർത്ഥമായി സംസാരിക്കുമ്പോൾ what is the motive, what is the desire, deepest desire of our heart? നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ള ആഴമായിരിക്കുന്ന ആഗ്രഹം എന്താണ്? Like John, is it a desire not to sin? യോഹന്നാനെ പോലെ നമ്മുടെ ആഗ്രഹം പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതാണോ? And if it is your desire, it will be evident everywhere. ഇത് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എവിടെയായിരുന്നാലും അത് വെളിപ്പെട്ടു വരും. Those around you will see that this person's deepest desire is to please God. അവിടെ മുമ്പിലുള്ള വ്യക്തികൾ മനസ്സിലാക്കും ഇവരുടെ ഉള്ളിലുള്ള ആഗ്രഹം ദൈവത്തെ. It cannot be hidden. അത് ഒരിക്കലും മറച്ചു വെക്കാൻ Jesus പറ്റില്ല. said you cannot hide light under a bushel. യേശു പറഞ്ഞു, നിങ്ങളുടെ ഈ വെളിച്ചത്തെ നിങ്ങൾക്ക് ഇരുട്ടിൽ മറച്ചു വെക്കുവാൻ പറ്റുകയില്ല. It will be evident in all walks of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് വെളിപ്പെട്ടു വരും. So to put it simply, I find biblical transparency as വളരെ ലഘുവായി പറയുമ്പോൾ വചനപരമായിരിക്കുന്ന സുതാര്യത എന്നുള്ളത് the desire to please God. ദൈവത്തെ പ്രസാദിപ്പിക്കുക. Like Hebrews 12 verse 4 says, to strive against sin until the point of death. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ മരണത്തിന്റെ അവസ്ഥയിലോളം പാപത്തിനെതിരെ പോരാടുക. And this striving will be visible to all around us. ഇത് നമ്മുടെ മുൻപാകെ നമ്മുടെ ചുറ്റുപാടും അപ്രകാരമുള്ള ശ്രമം വ്യക്തമായി പ്രകടമാണ്. And it will be based on the love of God, which will be perfected in our lives. അത് ദൈവത്തിന്റെ സ്നേഹത്തെ എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട് നമ്മൾ പൂർണ്ണത പ്രാപിക്കും. Are we having such a attitude, such a deep desire? അപ്രകാരമുള്ള ഒരു മനോഭാവവും അപ്രകാരമുള്ള ആഴമുള്ള ഒരു ആഗ്രഹവും നമ്മുടെ ഉള്ളിലുണ്ടോ? If you have such a desire, there is an advocate for you when you fall. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ വീഴുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസ്ഥനുണ്ട്. If you do not have such a desire, you cannot have an advocate. അങ്ങനെ ഒരു ആഗ്രഹമില്ല എങ്കിൽ ഒരു കാര്യസ്ഥൻ നിങ്ങൾക്കില്ല. You cannot have an advocate. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യസ്ഥനെ സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. Because your desires with the world, stuck with the things in this world, and the advocate is heavenly. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ചിന്തകളും ലൗകികമാണ്, എന്നാൽ ഈ കാര്യസ്ഥൻ സ്വർഗീയനാണ്. Let us set our minds on things above, not on things on earth. ഈ ലോകത്തിലെ കാര്യങ്ങളിലല്ല സ്വർഗീയമായത് നമ്മുടെ മനസ്സ് വെക്കാം. May God bless us with these words. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.